ഇന്ന് ഞങ്ങളുടെ പ്രസാദിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോവാമെന്ന് വിചാരിച്ച്. ചാവക്കാട് മന്നലാംകുന്ന് ബീച്ചിലേക്കാണ് പോയത്. ഞങ്ങൾ പകലല്ല കേട്ടോ പോയത്, രാത്രിയാണ്. ഒരു 8-8:30 ആയിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ എല്ലാ ഫാമിലിയും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. മുന്നേക്കെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ വിചാരിക്കും രാത്രി ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് ബീച്ചിലിരുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എല്ലാതരം ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളൊരു 10-25 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ട്രാവലറിലാണ് പോയത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മന്നലാംകുന്ന് ബീച്ചിലേക്ക്. പിന്നെ എവിടെ പോകുമ്പോഴും ട്രാവലർ തന്നെ വിളിക്കാറ്, കാരണം കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ ഞങ്ങൾ സാധാരണ പോവാറ്. ഞങ്ങളുടെ പോക്കൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് വല്ല ഊട്ടിക്കും കൊടൈക്കനാലിലേക്കൊക്കെയാണ് പോകണതെന്ന്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു 10-20 മിനിറ്റ് ദൂരമുള്ള സ്ഥലത്തേക്കാണെങ്കിലും ട്രാവലർ തന്നെ വിളിക്കാറ്. എല്ലാവരും കൂടിയുള്ള കാരണം അങ്ങനെ തന്നെ പോകേണ്ടി വരാറുണ്ട്. കേക്കൊക്കെ ഞങ്ങളിവിടെ അടുത്തൊരു വീട്ടിലാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ അതൊക്കെ മേടിച്ചിട്ടാണ് പോണത്. വണ്ടിയിൽ പിന്നെ പാട്ടൊക്കെ വെച്ച് കളിച്ചിട്ടൊക്കെ പോയത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാട്ടൊന്നും ഇതാക്കാത്തത്. ഞങ്ങൾ ബീച്ചിലെത്തുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. 1-2 ഫാമിലിയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കച്ചവടക്കാർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരും ഇങ്ങനെ അടയ്ക്കാറായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പൈനാപ്പിളും മാങ്ങയും ഇതൊക്കെ ഉപ്പിലിട്ട അങ്ങനെ 1-2 കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഇങ്ങനെ വിചാരിക്കും ബീച്ചിൽ പോകുമ്പോൾ അങ്ങനെ നൈറ്റ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും കൂടി കഴിക്കാമെന്നൊക്കെ. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും അത് കാരണം ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കടക്കാരൻ്റെ നിന്ന് ഒരു സ്റ്റൂളൊക്കെ മേടിച്ച് കേക്കൊക്കെ അതുമ്മ വെച്ച് സെറ്റ് ചെയ്ത്, എന്നിട്ട് എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ച്. ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും അല്ലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ലഡു, കേക്ക്, പരിപ്പ് വട, ഉള്ളിവട, പത്തിരി അങ്ങനത്തെയൊക്കെയുള്ള ഫുഡായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഞങ്ങളെ ചാന്തു അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും നല്ല ഇഷ്ടമായി. അതാണ് അതിൽ ഏറ്റവും നല്ല ഉഷാറായി എന്ന് പറഞ്ഞു എല്ലാവരും. പിന്നെ ഞങ്ങളെ ബാബുമാമ കളിക്കാൻ റെഡി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പർക്ക് പാട്ട് കേട്ടാൽ പിന്നെ അപ്പം കളിക്കണം. പിന്നെ കുറച്ച് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോണ വഴിക്ക് മേടിച്ച്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേസ്റ്റൊക്കെ പറക്കി അവിടെ വേസ്റ്റ് ബിന്നിലിട്ടുണ്ടായിരുന്നു. ഒന്നും പരിസരമൊന്നും വൃത്തികേടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. പിന്നെ അവിടെ ബീച്ചിൽ കുറച്ച് ആൾക്കാരും അവിടെ കട നടത്തുന്ന ആൾക്കാരും അവർക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു. കേക്കും ലഡുവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. കേക്കിൻ്റെ മുകളിൽ എഴുതിയുള്ളത് ബഡായി ബംഗ്ലാവ് എന്ന് ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ പേരാണ്. ഞങ്ങൾ ഫാമിലിയുടെ ഗ്രൂപ്പിനിട്ടുള്ള പേരാണത്. അപ്പോൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അതിലാണ് സംസാരിക്കാറ്. അപ്പോൾ പ്രഭുവേട്ടനും ഷീജേച്ചിയും എല്ലാവരും ഉണ്ട്. ഇത് ഞങ്ങളുടെ അമ്മ, ബാബുമാമൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുക്കുകയാണ്. ചിന്നും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രസാദിൻ്റെ ബർത്ത്ഡേ ആയിട്ട്. അമ്പുമൊക്കെ അങ്ങനെ ഓടി നടക്കുമായിരുന്നു. രാത്രിയാണെങ്കിലും ബീച്ചിൽ കളിക്കാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ആ നേരത്തായ കാരണമൊന്നും കടപ്പുറത്തൊന്നും അധികം ആരും ഉണ്ടായിരുന്നില്ല. കേക്കൊക്കെ പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കൊക്കെ അത് ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 7 മണിക്ക് മേടിച്ച് വെച്ചത്. അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒക്കെ അതിങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കേക്കൊക്കെ വാരി മുഖത്തൊക്കെ തേച്ച് പ്രസാദിനെ ആകെ എല്ലാവരും കൂടി കേക്കിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് കഴിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ കുറച്ച് ലഡുവൊക്കെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ നേരത്ത് വന്നിട്ട് അവിടെ ഇതൊക്കെ കാണിക്കണ കാരണം അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു, നിങ്ങൾ കുറേ അകലെന്നാണോ വരുന്നത്, എവിടുന്ന് എന്താണെന്നൊക്കെ ചോദിച്ച്. നമ്മൾ ഇത്ര അടുത്തുള്ളവരാണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ. ബാബുവിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ബീച്ചിലേക്ക് പോവാൻ. അവന് ബീച്ച് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്.
പിന്നെ പാട്ട് വെച്ചാൽ കളിക്കാനും മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ പിള്ളേരും എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അത് കാരണം പാട്ടൊക്കെ വെച്ച് നല്ല ഇതായിട്ട് തന്നെ ഞങ്ങൾ വന്നത്. കടപ്പുറത്തുനിന്ന് ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുവന്ന് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൊണ്ടുവന്ന് ഓരോ പ്ലേറ്റിലാക്കി എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഓരോരുത്തർ ഡാൻസ് ചെയ്യുകയും പിന്നെ ഒന്ന് ബീച്ചിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല ഇരുട്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടിയിട്ടൊന്ന് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അമ്പാടിക്ക് അപ്പോഴേക്കും അവിടെ കളിക്കണ സാധനങ്ങൾ കണ്ടപ്പോൾ പിന്നെ അമ്പുളും അമ്പാടിയൊക്കെ അത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേക്ക് തന്നെ അതൊക്കെ അവിടെ തന്നെ നാശാക്കിയിട്ടിട്ടാണ് പോകുന്നുള്ളു. ഇതാണ് സാന്ദ്ര. കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ പിള്ളേരൊക്കെ കളിച്ച് ബലൂണുകാരനെ കണ്ടിട്ട് പിന്നെ വിടണേ ഇല്ല. അമ്പളൂന് പിന്നെയും അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയുകയായിരുന്നു. പിന്നെ പിള്ളേർക്ക് വിശന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയത്. ഫുഡൊക്കെ കൊണ്ടുപോയത് ഞങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ആദ്യം എല്ലാം സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മറന്ന്. ഞങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല കൊണ്ടുപോയത് കേട്ടോ. സ്നാക്സ് പോലെ പരിപ്പ് വട, ഉള്ളിവട, പത്തിരി, കട്ട്ലേറ്റ്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 7up അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോള് വീഡിയോ എടുത്തിരുന്ന കാരണം ഓൾക്ക് കേക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേക്കും കൊടുത്തിട്ട് അപ്പോഴാണ് കഴിച്ചത്. അപ്പം ഇനി പ്രസാദിന് ഒരു കഷ്ണം കേക്ക് കൊടുക്കട്ടെ. അപ്പോൾ ആ പരാതി അങ്ങോട്ട് തീർന്ന്. അപ്പോൾ ബാബുമാമന് എല്ലാവരും ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ബാബുമാമനും കളിക്കണം എന്ന് പറഞ്ഞിട്ട് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക മൂപ്പര്. മഞ്ഞൊക്കെ ഉള്ള കാരണമാണ് പിന്നെ ആൾ തൊപ്പിയൊക്കെ ഇട്ടിറങ്ങിയത്. ഇത് അമ്പാടിക്ക് പിന്നെ എന്ത് കണ്ടാലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അവൻ. ഇതൊക്കെ വീടെത്തുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പണിയൊക്കെ കഴിക്കും. എന്നാലും അവനത് കാണുമ്പോൾ അപ്പം വേണം. പിന്നെ കുട്ടികൾ ഇങ്ങനെ അത് കണ്ടാൽ വാശി പിടിക്കുമല്ലോ. അപ്പോൾ കച്ചവടക്കാരും അത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങപ്പിലിട്ടതും ശാന്തും അത് പോയി മേടിച്ച് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും വേണം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും പൈനാപ്പിളും ഇതൊക്കെ മേടിച്ച്. അവർ കട അടയ്ക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ മേടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നിന്ന് പൈനാപ്പിൾ ഫുള്ള് തീർത്ത് ഞങ്ങളതിലെ. ഞങ്ങൾ വരുമ്പോഴേക്കും കടകളൊക്കെ അടക്കി വെച്ചിട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ ഒരു ഷോപ്പിൽ നിന്ന് കടലമുട്ടായി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ടപ്പി കടലമുട്ടായിയൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെയൊക്കെ കണ്ട കാരണം എന്താ അറിയില്ല, അവർ കുറച്ച് നേരം കൂടിയൊക്കെ ഇതിന് മുന്നേ ഞങ്ങൾ പോയ ടൈമിലൊക്കെ ഈ സമയത്ത് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാവശ്യം പോയപ്പോൾ കടയൊന്നും അടച്ചിട്ടുണ്ട്. ഞങ്ങളെ കണ്ട കാരണമാവും കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കടയൊക്കെ അടച്ചത്. ഒരുവിധം എല്ലാം മേടിച്ച് അവരെ ഒരുവിധം കാലിയാക്കിയിട്ടാണ് വിട്ടുള്ളു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കടടച്ച് പോയി. ഞങ്ങൾ അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. 1-2 ഫാമിലിയും കൂടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. ഞങ്ങൾ കുറേ ദൂരം നിന്ന് വരുന്ന ആൾക്കാരാന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുനിന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അവരങ്ങനെ മിക്ക ദിവസവും വന്നിരിക്കാറുണ്ട് അത്ര. കുറേ നേരമൊക്കെ വന്നിരുന്നിട്ട് പോവും. അടുത്തുള്ളവർക്കൊക്കെ നല്ല സുഖമല്ലേ, വൈകിട്ട് ഇങ്ങനെ ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇരുന്നിട്ട് പോവാമല്ലോ. എല്ലാവർക്കും ഫാമിലിയിലൊക്കെ 100 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള ചാൻസുകളൊന്നും മിസ്സാക്കരുത്. ഞങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്നാലും ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെറിയ ഫങ്ഷനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ടെൻഷനും വിഷമങ്ങളും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. എന്നാലും കുറേയൊക്കെ നമ്മളും ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ബാബുമാമനാണ് ഞങ്ങളെ മെയിൻ വൈബ്. മൂപ്പർക്ക് പാട്ട് കേട്ടാൽ പിന്നെ മൂപ്പരെ പിടിച്ചാൽ കിട്ടില്ല. നല്ല ഡാൻസിൻ്റെ മെയിൻ ആളാണ്. എല്ലാവരും അതെ കേട്ടോ, ഒരാൾ എന്നല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്.
ഞങ്ങൾ ഇവിടുന്ന് പാട്ട് വയ്ക്കാൻ വേണ്ടി ബോക്സൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സൗണ്ടൊക്കെ വെച്ചിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. 10 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ശല്യമാവരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അധികം വോളിയൊന്നും ഇല്ലാണ്ട് കുറച്ച് സൗണ്ടിലൊക്കെ വെച്ചിട്ട്. പിന്നെ റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചിന്നുവാണ് എല്ലാവർക്കും ഡാൻസൊക്കെ പറഞ്ഞു തന്നത്. എത്ര പറഞ്ഞാലും ഞങ്ങളെ തലയിലൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെയും അവൾ പഠിപ്പിച്ച് ഒരു വിധത്തിൽ ഒപ്പിച്ചു എന്ന് പറയാം. എങ്ങനെയൊക്കെ കളിച്ചു. ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അവൾക്ക് ദേഷ്യം വരൽ തുടങ്ങി. പിന്നെ ഇരുട്ടായിരുന്നു അവിടെ, നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾക്കും മടി ലൈറ്റിൻ്റെ അവിടെ വന്ന് കളിക്കാൻ. പിന്നെ ഇവിടെ വന്നിട്ട് ഇത് വീഡിയോ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെളിച്ചത്തിലേക്ക് വന്ന്. പിന്നെ അവിടെ നിന്നായി പഠിത്തം. ഞങ്ങളെ പഠിക്കൽ കണ്ടിട്ട് ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. അമ്പിളും ഒപ്പം കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ബാബു ഒപ്പം കളിക്കുന്നുണ്ട്, അമ്പിളും ഒപ്പം കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ പിന്നെ ബാബുവിന് ഒറ്റയ്ക്ക് കളിക്കണം എന്നായി. അപ്പോൾ പിന്നെ അവനൊരു പാട്ട് വെച്ച് കൊടുത്തിട്ട് അവൻ്റെ കളിയായിരുന്നു ഇതൊക്കെ. അങ്ങനെ ഒരു വിധത്തിൽ ചിന്നു പഠിപ്പിച്ച് തന്നിട്ട് ഞങ്ങൾ ചെറിയൊരു റീൽസ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതിൽ ഇടുന്നുണ്ട്. എല്ലാവരും അതൊന്ന് കാണണം. ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ലല്ലോ എങ്ങനെ എന്താണെന്നൊന്നും. അവൾ പറഞ്ഞു തന്ന പോലെയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഒരാളോട് ഒന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ഭാഗത്തേക്ക് കളിക്കുമ്പോൾ മറ്റാൾ വേറെ ഭാഗത്തേക്ക് കളിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രി അന്താക്ഷരിയൊക്കെ കളിച്ച് കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്ന്. പിന്നെ പ്രസാദിൻ്റെയും ബാബുവിൻ്റെയും ഡാൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അവിടേക്ക് പോയി. ഇവിടെ അന്താക്ഷരിയൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ അവിടേക്ക് പോയി. അവിടെ ബോക്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് വണ്ടിയുടെ അവിടെ നിന്നിട്ടൊക്കെ കുറച്ച് നേരം എല്ലാവരും കൂടി കളിച്ച് 2-3 പാട്ടൊക്കെ വെച്ചിട്ട് വണ്ടിയുടെ അവിടെ കളിച്ച്. പിന്നെ എത്ര കളിച്ചിട്ടും ബാബുവിന് കളി മതിയാവണുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഒരു 11-11:30 ആയിണ്ടായിരുന്നു. വണ്ടിയുടെ അവിടെ നിന്നുള്ള കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അധിക നേരമൊന്നും അവിടെ നിന്നില്ല ഞങ്ങൾ. കാരണം അവിടെയുള്ള കടകളൊക്കെ അടച്ചു തുടങ്ങി. ആൾക്കാരൊക്കെ ഒരുവിധം പോയിണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ടല്ലേ എല്ലാവരും പോയുള്ളൂ. കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി നേരെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ, അധികമൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൊരു നേരം പോക്കാണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതാണ്. റീൽസൊക്കെ ഒന്ന് കാണണം എല്ലാവരും. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ഫാമിലി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്.